ജ്ഞാനം നിറയുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടൊരു ഗ്ലാസ് എടുത്തിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചായിട്ട് അത് ഓർക്കുന്നുണ്ടോ എല്ലാവരും? അപ്പം ജ്ഞാനം ഇങ്ങനെ പരിശുദ്ധാത്മാ ശക്തി വരുമ്പോൾ അത് ഉള്ളിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു ചിന്ത, ഈ ലോഹമൊക്കെ അതായത് മെറ്റീരിയലൊക്കെ ഇങ്ങനെ അഗ്നിയിൽ വികസിക്കുകയല്ലേ. അപ്പം ബ്രദർ കാണിച്ചത് ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഇറങ്ങിപ്പോകുന്ന. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു ചിന്ത, ഈ പരിശുദ്ധാത്മ അഗ്നി വരുമ്പം ശരിക്കും അടിയിലുള്ള ഗ്ലാസ് വികസിക്കുന്നു, അതായത് നമ്മുടെ ഹൃദയം വികസിക്കും. അപ്പോൾ അവിടേക്ക് ജ്ഞാനം നിറയും. പിന്നെ വേറൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അഗ്നി എപ്പം നിന്നു പോകുന്നോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കില്ലുള്ളൂ. പിന്നെ അതിൻ്റെ അത് ഉള്ളിൽ അഗ്നി കെട്ടുപോകുന്ന സമയത്ത് ആ ലോഹം ഇരിക്കുന്നിടത്ത് ഇരിക്കുള്ളൂ. ഇവിടെ പോയി. അതാണ് വിവേകത്തോടെ സംസാരിക്കാൻ. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുള്ളത് കെട്ടുപോകുമോ? ഇല്ല. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും എന്നേക്കും നിന്നോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നൽകും. കെട്ടുപോകുമോ? ഇല്ല. എന്തെങ്കിലും കെട്ടുപോകുമോ? ഇല്ല, ഒരിക്കലും കെട്ടുപോകില്ല. കർത്താവും നിർവീര്യമാകും. കർത്താവും ജീവദാതാവും പിതാവിനോടും പുത്രനും സമനായവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കും. നിർവീര്യമാകുന്നതിനെ നമുക്ക് ഉജ്ജ്വലിപ്പിക്കാം. പറഞ്ഞോ കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇനി ആരും വരൂല ഇത് പറഞ്ഞ കാരണം. വിഷമിക്കണ്ട. അതായത് അഗ്നിയുടെ കാര്യത്തിൽ ലോഹമാണെങ്കിൽ ഇരുന്നിടത്തിരിക്കുമല്ലേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അതോട്ട് അതായത് ഉൾക്കൊണ്ടേ സാധനം ജ്ഞാനം നിറഞ്ഞ. ഇപ്പം ജ്ഞാനമാണ് നിറയുന്നെങ്കിൽ പിന്നെ അതിന് ജ്ഞാനം ചലനാത്മകമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പിന്നെ ചലിക്കാനുള്ള ഇടവില്ലാതെയാകും. മറിച്ച് നമ്മൾ ഓരോ ദിവസം പ്രാർത്ഥനയിലൂടെ ഈ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിച്ച ആ അഗ്നി കൂടുതൽ വരുമ്പം ഹൃദയം ജ്വലിച്ച് ആ ജ്ഞാനത്തിന് ചലിക്കാൻ ഇടം കിട്ടും. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടിയ വെളിപാടുകൾ ഫലപ്രദമായിട്ട് വരുള്ളൂ. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഏതായാലും ഇത്രയും ധൈര്യപ്പെട്ട് ഇവിടെ വന്നതിൻ്റെ പേരിൽ നമുക്കൊരു സമ്മാനം കൊടുക്കാം. കർത്താവേ, പ്രൈസ് ദി ലോർഡ്. യെസ്, അടുത്ത